പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമായിട്ട് കാണുന്നവർക്ക് എല്ലാം ഉം. സിമ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചാൽ നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈവൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന കാർട്ടൂൺ ആണെങ്കിൽ പോലും അതിൽ അഗ്രസീവ് ഉണ്ടെങ്കിൽ ആ കുട്ടി അഗ്രസീവ് ആവും എന്നുള്ളതാണ്. പുതിയ സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയാണ്. നോർമൽ നല്ല നല്ല കാർട്ടൂൺസ് കാണുന്ന കുട്ടികൾ ആ ഒരു സ്വഭാവത്തിലേക്കും, അഗ്രസീവ്നെസ് കാണുന്ന കുട്ടികൾ അത് ലൈഫിലേക്ക് വരും. കാരണം ഈ ബ്രെയിൻ അങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. അഗ്രസീവ്നെസ് എന്നുള്ളത് അവരവിടെ പെർസീവ് ചെയ്ത് അതിനുള്ള ഹോർമോൺസ് ഓൾറെഡി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ആ ഹോർമോൺ അവർ റിലീസ് ചെയ്യുന്നത് അഗ്രസീവ്നെസ് കാണിച്ചിട്ട്. അത് ആരടുത്ത് കാണിക്കണം കാണിക്കരുത് എന്നുള്ളത് അവരുടെ ലിസ്റ്റിൽ അപ്പം ഉണ്ടാവില്ല. ഇത് പുറത്ത് കളയാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും വീടുകളിൽ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ഉണ്ട്. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും പാരൻസിനോട് വരെ ഷൗട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അത് ഇതുകൊണ്ടാണ് അവർ തലയിൽ ഈ ഒരു ഹോർമോൺ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അതെങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം. അപ്പം അത് പാരൻ്റ് ആണെന്നോ ഗ്രാൻഡ് പാരൻ്റ് ആണെന്നൊന്നും അവർ ആ ഹോർമോൺ അപ്പം അത് റീഡ് ചെയ്യില്ല. ബ്രെയിൻ അത് റീഡ് ചെയ്യില്ല. അവരത് അങ്ങനെ എടുത്ത് അത് പുറത്തേക്ക് കളയും. അതാണ് ഇപ്പോൾ ഫാമിലിയിലൊക്കെ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്നും ഉം. അല്ലെങ്കിൽ അവർ എന്താ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ആയി വരുന്നില്ല എന്നുള്ള വിഷമം പാരൻസ് പറയുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടൊക്കെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതും ഒരു കാരണമാണ്.